റിയൽമിയുടെ ആദ്യ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള സ്മാർട്ട് ഫോൺ, അതെ, റിയൽമി നാർസോ 50A പ്രൈം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് റിയൽമി നാർസോ 50A പ്രൈം എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പരിസ്ഥിതിക്ക് അനുകൂലമാകുന്നത് എന്ന് ചോദിച്ചാൽ, റിയൽമിയും സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും ഒക്കെ അതേ പാത പിന്തുടരാൻ തുടങ്ങുന്നു. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ റിയൽമിയുടെ ഈ ഒരു പർട്ടിക്കുലർ ഫോണിൽ നിന്നും ചാർജർ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് റിയൽമിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിസ്ഥിതി അനുകൂല സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഇനിയും ഒരുപക്ഷെ റിയൽമിയിൽ നിന്നും പാരിസ്ഥിതികമായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഒരു ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു ചാർജർ ഫോണിൻ്റെ ബോക്സിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ഒരു 750 രൂപയെങ്കിലും പെർ പീസിൻ്റെ പുറത്ത് ലാഭം മിനിമം ഉണ്ടാവും. പക്ഷേ കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലേ, ആൾറെഡി നമ്മളുടെ കയ്യിലൊക്കെ ചാർജർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 750 രൂപ നമ്മൾ ചിലവാക്കേണ്ടതുണ്ട്. എന്നതിനാലും ഈ ചാർജർ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യുന്ന ബ്രാൻഡുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. എനിവേ, റിയൽമി നാർസോ 50A പ്രൈം എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നാർസോ എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്, റിയൽമി നാർസോ 50A പ്രൈം. ചാർജറൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, ഫോണിൻ്റെ ബോക്സിന് തന്നെ വെയിറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. നാർസോ 50A പ്രൈം എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ നമ്മൾ പരിചയപ്പെടുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാഷ് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അപ്പോൾ 4GB 128 ആണ് ഇതിൻ്റെ ഒരു വേരിയൻറ്റ് നമ്മൾ ഈ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർജർ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് അല്ലേ, അവർക്ക് ലാഭമുണ്ട്. ഈ ഒരു ചാർജർ അത് കസ്റ്റമറിന് ആ ഒരു പ്രൈസ് കുറവിൽ കൊടുത്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാര്യം ഈ പറഞ്ഞ പോലെ കസ്റ്റമറിൻ്റെ കയ്യിൽ ആൾറെഡി ഒരു ചാർജർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പക്ഷേ ആ ഒരു ചാർജർ ഒഴിവാക്കുന്ന പ്രൈസ് കുറയുമല്ലോ, അത് ആ കുറവ് ബ്രാൻഡിനാണ് നേട്ടം ഉണ്ടാക്കുന്നത്. കസ്റ്റമറിന് ആ കുറവ് കൊടുക്കുന്നില്ലെങ്കിൽ അത് മോശവുമാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ ഫീൽ ദ പവർ നാർസോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിയൽമി നാർസോ സീരീസിൽ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം ഇത്തരത്തിൽ ബ്ലൂ കളറിലെ ഒരു ബോക്സിനകത്താണ് പുറത്തിറക്കുന്നത്. ഞാൻ നേരത്തെ പറയാറുണ്ട്, നാർസോ എന്ന് പറയുന്നത് റിയൽമിയുടെ മറ്റൊരു സബ് ബ്രാൻഡായിട്ട് ഉടനെ വന്നാലും നമുക്ക് അതിശയപ്പെടാനില്ല. എനിവേ, ഇതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇതിനകത്തുണ്ട്. അതുപോലെ ഫോണിൻ്റെ കേസും നൽകിയിട്ടില്ലെന്ന് തോന്നുന്നു. പ്രൈസ് കുറയ്ക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് തോന്നുന്നു. യെസ്, കേസ് കൊടുത്തിട്ടില്ല. ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. അത് കൂടാതെ ഉള്ളത് ചാർജിങ് കേബിൾ മാത്രം, കണ്ടില്ലേ. പക്ഷേ ടൈപ്പ് സി ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഓർക്ക് ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആകാനാണ് സാധ്യത. ടൈപ്പ് സി ചാർജിങ് കേബിൾ എന്തായാലും അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം. പക്ഷേ ചാർജർ ഇല്ല. അതൊരു വലിയ കുറവായിട്ട് തന്നെ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയട്ടെ. സ്മാർട്ട് ഫോണിലേക്ക് വരാം. അപ്പോൾ സ്മാർട്ട് ഫോൺ കൈ പിടിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, അടിപൊളി ഡിസൈൻ. അടുത്തിടെയായിട്ട് റിയൽമി തങ്ങളുടെ സ്മാർട്ട് ഫോണുകളുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ്, സ്ഥിരമായി പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജിൽ നിന്നൊന്ന് വിട്ട് കളിച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ പലപ്പോഴും കൊണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിൻ്റെ ഒരു എൻട്രി ലെവലിൽ ലഭിക്കാവുന്ന ഒരു മികച്ച ഡിസൈനാണെന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വിശേഷിപ്പിക്കേണ്ടിയിരിക്കും. മനോഹരമായിട്ടുള്ള ബോക്സി ഡിസൈൻ. ഓക്കെ, ടേബിളിൻ്റെ പുറത്ത് വെക്കാൻ പറ്റും, ഇങ്ങനെ വിചാരിച്ചാൽ പറ്റും. മൊത്തത്തിൽ ഈ ഒരു ഫ്ലാറ്റ് പ്രൊഫൈലാണ് ഇതിൻ്റെ സൈഡ്, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. പക്ഷേ കയ്യിൽ പിടിക്കുമ്പം ഇച്ചിരി എന്താ പറയുന്നത്, ആ ഒരു കോർണറൊക്കെ നമ്മുടെ വിരലിൽ തട്ടി നമുക്കൊരു ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ യൂസ്ഡായി വരുമ്പോൾ ശരിയാവും. കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ബാക്ക് ആണെന്നേ പറയൂ, ഗ്ലാസ് ബാക്ക് അല്ല. അതുപോലെ ഈ ഒരു ഫ്രെയിമും കണ്ടു കഴിഞ്ഞാൽ മെറ്റാലിക് ഫ്രെയിമിൻ്റെ ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും മൊത്തത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാമറ മൊഡ്യൂൾ, ഒരു ക്രോം ഫിനിഷ് പോലെ ഒരു ഇതൊക്കെ ആ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമുണ്ട്. ഇവിടെ ഇതുപോലെ നാർസോ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ 50 MB എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ വലത് സൈഡിൽ പവർ ബട്ടൺ. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല്, USB Type-C ചാർജിങ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട്. ഇടത് സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും സിം ട്രേയും, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കില്ല, പകരം താഴെ ഇതുപോലെ 2 മൈക്രോഫോണുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു സിം ട്രേ ഏത് ടൈപ്പാണെന്ന് കൂടി നോക്കാം. ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആയാലും ഓക്കെ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരേ സമയം നമുക്ക് 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് തന്നെ ഉപയോഗിക്കാം. ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 8.1 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. ഈ ഒരു സ്ക്വയർ ഡിസൈൻ ആയതുകൊണ്ട് തന്നെയും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കർവ്ഡ് ഡിസൈനുള്ള ഫോണുകൾ കയ്യിൽ പിടിക്കാൻ കുറച്ചൊരു സുഖമുണ്ട്. ഇതൊരു എന്താ പറയുന്നത്, ഒരു തടസ്സം സൃഷ്ടിക്കുന്ന പോലെ തോന്നി ആ ഒരു സ്മൂത്ത് അല്ലാത്തതായിട്ടുള്ള ആ എഡ്ജുകൾ. അതുപോലെ ഇതിൻ്റെ ഒരു വെയിറ്റ് പറഞ്ഞാൽ 192.5 ഗ്രാമാണ്. ഓക്കെ, 200 ഗ്രാമിൽ താഴെയാണ് ഓക്കെ ആയിട്ടുള്ള വെയിറ്റാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും
ഇല്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സൈഡിൽ ഉള്ള ആ ഒരു ഫിംഗർ പ്രിൻറ്റ് അത് കുഴപ്പമില്ലാതെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് എൻറോൾ ചെയ്യുകയാണ്. നല്ലൊരു റെസ്പോൺസ് നമുക്കത് നൽകുന്നുണ്ട്. അത് ഇവിടെ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നല്ല തരക്കേടില്ലാത്ത ഒരു റെസ്പോൺസ് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് നൽകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സാമാന്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് ക്യാമറ കണ്ടില്ല, ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. അതൊരു പഞ്ച് ഹോൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. ഒരു ഓൾഡ് ഡിസൈനാണ് ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്ന് പറയാതെ വയ്യ. അതുപോലെ ഈ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അരികളിൽ ഈ താഴെ കാണുന്ന ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗവും ഒരല്പം സൈസ് കൂടുതലാണ്. എപ്പോഴും എൻട്രി ലെവൽ സ്മാർട്ട് ഫോണുകൾ ാണ് ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചും ഇതുപോലെ വലിയ ബെസലുകളും ഒക്കെ ആയിട്ട് സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ യൂസർ ഇന്റർഫേസിനെ കുറിച്ച് പറഞ്ഞാൽ റിയൽമിയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI R എഡിഷനാണ് ഇത് നൽകിയിരിക്കുന്നത്. അതായത് റിയൽമി യൂസർ ഇൻ്റർഫേസ് റിയൽമി UI അതിൻ്റെ ലൈറ്റർ വെർഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്, റിയൽമി UI R. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറയുന്നത് നോക്കി, വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുള്ളൂ. ഓർക്കാൻ ഞാൻ ഇതിനകത്ത് നെറ്റ് ഇതുവരെ കണക്ട് ചെയ്തില്ല. ഇനി നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചാടിക്കയറി ഇൻസ്റ്റാൾ ആകുന്നതെന്ന് എനിക്ക് അറിയത്തുമില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇത്രയും ആപ്ലിക്കേഷൻസേ ഉള്ളൂ. നെറ്റ് കണക്ട് ആകുമ്പോൾ ബാക്കി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ മറ്റ് ബ്ലോട്ട് വൈസുകളൊന്നും നിലവിൽ നെറ്റ് കണക്റ്റ് ആകാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല, ഇതിനകത്ത് ഇപ്പോൾ നിലവിലില്ല. ഗൂഗിളിൻ്റേതായിട്ടുള്ള ഇത്ര ആപ്ലിക്കേഷൻസേ കാണുന്നുള്ളൂ. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5 ആണ് നൽകിയിരിക്കുന്നത്. ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ടുണ്ട്. അതായത് 5 GHz വൈഫൈയും അതുപോലെ തന്നെ 2.4 GHz വൈഫൈയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിൻ്റെ T612 എന്ന് പറയുന്ന പ്രോസസ്സർ എന്ന 4G പ്രോസസ്സറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 4G സ്മാർട്ട് ഫോൺ ആണെന്നുള്ള കാര്യം ഓർക്കുക. 2 വേരിയൻറ്റിലാണ് ലഭ്യമാകുക. 4GB റാമും ഉണ്ട്, 6GB റാമും ഉണ്ട്. അതുപോലെ ഇന്റേണൽ മെമ്മറി വന്നിട്ട് 64GB ഉണ്ട്, 128GB ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത് 4GB 128 എന്ന വേരിയൻ്റ് ആണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ 3 ക്യാമറകൾ, അതിൽ 50 മെഗാപിക്സലിൻ്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 2 മെഗാപിക്സലിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറുമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ എങ്ങനെയുണ്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് പെട്ടെന്നൊരു ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോക്കസിങ് ഒക്കെ ഇത്ര അടുത്ത് പിടിച്ചിട്ടായിരിക്കണം. ഫോക്കസിങ് ഒക്കെ കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പ്രൈമറി ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോസാണ് ഇപ്പോൾ എടുക്കുന്നത്. മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നാൽ ഇതുപോലെ മാക്രോ ഓപ്ഷൻ ഉണ്ട്. കാരണം മാക്രോ സെൻസർ 2 മെഗാപിക്സൽ ഒരു മാക്രോ സെൻസർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും വളരെ ക്ലോസ് ആയിട്ട് അതുകൊണ്ട് തന്നെ മാക്രോ ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ ഫോട്ടോകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മാക്രോ അതേ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന രീതിയിൽ മാക്രോ ഷോട്ട് ഉണ്ടല്ലേ, ആ ഒരു ലെൻസിൻ്റെ മാക്രോ ഷോട്ടാണ് എടുത്തത്. കുഴപ്പമില്ല, ഒരുപാട് ക്വാളിറ്റി ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കരുത്. അതുപോലെ 50 മെഗാപിക്സലിൻ്റെ ആ ഒരു പ്രൈമറി സെൻസർ വെച്ചെടുക്കുന്ന ഫോട്ടോകൾ നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് എന്നുള്ളതും ഓർമ്മിച്ചോളട്ടെ. അതുപോലെ സെൽഫി ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് 8 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു സെൽഫി ഫോട്ടോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് സെൽഫി ഫോട്ടോയ്ക്കും. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കുറ്റങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറയാൻ പറ്റില്ല. അതുപോലെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോയുടെ റെസൊല്യൂഷൻ ഫ്രണ്ട് ക്യാമറയിൽ 720p റെസൊല്യൂഷൻ 30 frames per second ഉള്ളൂ. എന്നാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ HD 30 frames per second വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാം. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ ഫ്രണ്ട് ക്യാമറയിലും 1080p 30 frames per second വരെയുള്ള വീഡിയോ ഷൂട്ടിംഗ് കേപ്പബിലിറ്റി നൽകാറുണ്ട്. പക്ഷേ ഇവിടെ അത് നൽകിയിട്ടില്ല. അതുപോലെ ഇതിൻ്റെ ഒരു ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് 5000 mAh ബാറ്ററിയാണ് കരുത്ത് പകരുന്നത്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന് എത്ര ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് റിയൽമി എടുത്ത് അറിയിച്ചിട്ടില്ല. എന്തായാലും 5000 mAh ബാറ്ററി സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ചാർജർ നൽകിയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള സാധാരണ ഒരു നോർമൽ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാം. ഓർക്ക് Type-C ചാർജിങ് കേബിൾ ആയിരിക്കണം ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതെന്തായാലും വലിയ കാര്യം Type-C കൊടുത്തത്. കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള വോളിയമാണ്. മോണോ സ്പീക്കറാണ്. ഫോണിൻ്റെ ബോട്ടം ഫയറിംഗ് ആണ് സ്പീക്കർ. കുഴപ്പമില്ല, നല്ലൊരു സൗണ്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ മോണോ സ്പീക്കർ ആണെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ പ്രതീക്ഷിക്കാനാവില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി. പക്ഷേ ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കണ്ടില്ലേ ഇവിടെ, അതൊരു വീഡിയോ വ്യൂയിങ് അനുഭവത്തെ ഒരു അല്പം കുറയ്ക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. വീഡിയോ ക്വാളിറ്റി ഓക്കെയാണ്, പക്ഷേ ഈ ഒരു വ്യൂയിങ് ആംഗിളൊന്നും അത്രയ്ക്കങ്ങ് പെർഫെക്റ്റ് എന്ന് പറയാനില്ല. ഈ പ്രൈസ് റേഞ്ചിൽ
ഓക്കെ. അതുപോലെ ഫ്ലാഷ് ബ്ലാക്ക്, ഫ്ലാഷ് ബ്ലൂ എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മളിവിടെ പരിചയപ്പെട്ടത് ഫ്ലാഷ് ബ്ലൂ എന്ന കളർ വേരിയൻ്റാണ്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഓർക്കുക, ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയിരിക്കും. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 9,999 രൂപയ്ക്ക് വിറ്റാൽ സൂപ്പർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്ത് ചാർജർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അറിയില്ല, ചിലപ്പോൾ അതിൽ കൂടാ ഒരു 11,000 രൂപ വരെയൊക്കെ ചിലപ്പോൾ പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള പ്രൈസ് വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്.